ആരോഗ്യരംഗത്ത് ഏറ്റവും ശ്രേഷ്ഠമായി മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് മലയാളിക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമായി വരുന്നത്? നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ആരോഗ്യത്തെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ടും ചെറുപ്പക്കാരിൽ പോലും പ്രമേയം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ 10 പേര് വന്നു കഴിഞ്ഞാൽ 4 പേർക്ക് ചുരുങ്ങിയത് വിഷോട്ട് ചളിയാകുന്നത് ചെറുപ്പക്കാരിലൂടെ. അപ്പോൾ ഈ വിധത്തിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് കേരളത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും വില്ലനായി നിൽക്കുന്ന പ്രമേയം എന്ന് പറയുന്ന അസുഖമാണ് മറ്റു അസുഖങ്ങളെല്ലാം മൂർച്ഛിപ്പിക്കുന്നതിന് ഇടവരുത്തുന്നത്. അപ്പൊ അത് നമുക്ക് നല്ലതുപോലെ നിയന്ത്രിക്കാനുള്ള ഒരു വലിയ പദ്ധതി കേരള സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലാണ് കുടുംബശ്രീ മുഖേന വലിയ പരിശോധന നടത്തി കഴിഞ്ഞു അല്ലേ? സ്ത്രീകളുടെ അർബുദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സ്ക്രീനിങ്ങിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള അസുഖബാധിതരെ പ്രത്യേകമായി ചികിത്സിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് ബോധവൽക്കരണം എന്നുള്ളത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ പലരുടെയും പ്രായമുള്ളവരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാന പ്രശ്നം ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഈ നെഞ്ചിൻ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർന്നു നിൽക്കും. അതിന് പേര് പറയുക ഗ്രഹണീയായിരുന്നു. അത് ഭക്ഷണം കഴിക്കാനില്ല, കൃത്യമായ പോഷകാഹാരം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അസുഖം. ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ടുള്ളൊരു അസുഖം വളരെ വിരളമാണ്. പക്ഷെ ഭക്ഷണത്തിന്റെ ആധിക്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടതിന്റെ അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക വഴി 2 കൃത്യമായ ഭക്ഷണം ഏതെന്ന് മനസ്സിലാക്കിയത് കഴിക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രതക്കുറവ്, അസമയങ്ങളിലും പലപ്പോഴുമായി ഭക്ഷണം കഴിക്കുന്ന പ്രശ്നം, ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ വല്ലതുപോലെ ബാധിക്കുകയാണ്. 12 മണിക്ക് 1 മണിക്ക് കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് നന്നായി ഭക്ഷണം കഴിക്കുന്ന മക്കളില്ലേ? നമ്മുടെ മക്കളെ പോലെ തന്നെ കൂട്ടുകാരില്ലേ? 12 മണിക്ക് ഭക്ഷണം ഫുള്ളായി വയറുകളായി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? രാവിലെ അവർക്ക് ഭക്ഷണം ദഹിക്കുകയോ? അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇരുന്നൊരാളാണ് സത്യസന്ധമായിട്ട് പറയും. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞപോലെ ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ കിട്ടിയ സമ്മാനം തിരിച്ച് നിങ്ങൾ കൊടുക്കണം. എന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. പണ്ട് എനിക്ക് കിട്ടിയൊരു പേന, അതായത് ചെറുപ്പത്തിലെ ജീവിതത്തിലെ നമ്മുടെ നിമിഷങ്ങൾ, ഞാൻ ഈ ഫോട്ടോ കാണാൻ അവർ പറഞ്ഞപ്പോൾ നമ്മൾ ജീവിച്ചു മരിക്കുന്നതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിക്കണം. അപ്പൊ ഇത്രയും ആളുകളുടെ ഫോട്ടോ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും എടുത്തു നോക്കി ചിലപ്പോൾ പൊളിറ്റിക്സ് ആയിരിക്കാം, സംഗീതമായിരിക്കാം, സാഹിത്യമായിരിക്കാം, ജീവകാരുണ്യമായിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ല. എന്റെ എല്ലാ ആശംസകളും എന്റെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ആ വേദിയിൽ പറയണമെന്ന് എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ പിതാവായി, കോഴിക്കോടിന്റെ മേയറായി ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ നൽകേണ്ട ആ ഒരു മേയർ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തും. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഈ പ്രതിനിധിക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത്, ഈ ജയ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കേണ്ട. അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. ഒരു പൈസ പോലും മറ്റൊരു രീതിയിലേക്ക് പോകുന്നില്ല. 16 വർഷം ഇവർ പ്രവർത്തിച്ചെങ്കിൽ എവിടെയും നമ്മുടെ ആർഭാടം